Flashback. 7, 6, 5, 4. രസം അധികമായ വിഷമാണ് കേട്ടോ. ടീം സാന്റ സ്കോർ ചെയ്തിരിക്കുന്നത് 26 ആണ്. ആൻഡ് ടീം ജിംഗിൾ ബെൽ സ്കോർ ചെയ്തിരിക്കുന്നത് 39. End of flashback. ആ ഒരു മിനിറ്റ്, ഞങ്ങൾ ഇവിടെ ജഡ്ജസ് ആയിട്ടിരിക്കുന്നത് വെറുതെ വന്നിരിക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾ തന്നെ ഉത്തരം വന്നപ്പോ ഞങ്ങൾ അല്ല, ഞാൻ ഇറങ്ങി പോവാം. പിന്നെ നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങനെ വിളിച്ചു പോയാ ഞങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങും. മേട്ടുക്കുളത്തുനിന്ന് ബൈസൺവാലിയിലേക്ക് ലെഫ്റ്റും റൈറ്റും. നീ വിചാരിക്കണ്ട ഈ ടീമിലോട്ട് കയറിയിരിക്കണം, മറ്റാൾ ഈ ടീമിലോട്ട്. നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് നിങ്ങൾ എന്നാ ചെയ്യേ? നിനക്ക് നാണമുണ്ടോ? നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഒരു മര്യാദയൊക്കെ എല്ലാത്തിനും വേണം. ഇയാൾ അപ്പുറത്ത് കയറിയത് വലിയ ആളാണോ, ഇപ്പുറത്ത് കയറിയത് ഇയാൾ വലിയ ആളാണോ? തന്നെ എണ്ണുന്നു, തന്നെ കൈയടിക്കുന്നു. നമ്മൾ എന്തിനോട് എഴുതിയേക്കണത്? ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ അല്ലേ? എന്ത് മെമ്പറായാലും ഒരു ചെയ്യും. പിന്നെ ഞങ്ങൾ എന്തിനോട് ഇരിക്കണേ? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞു കാല് പിടിക്കോ? ഫൈനൽ മാർക്കിന്റെ അല്ല, ഇപ്പൊ എണ്ണി കഴിയുമ്പോ നിങ്ങൾ എന്താ ഞങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു, നിങ്ങൾ എണ്ണുന്നു, നിങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന പിന്നെ ഞങ്ങൾക്ക് നോക്കൂടെ? ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. ചേച്ചി അല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോയാണ്. എനിക്കൊരു ഉമ്മ, ഒരുപാട് ഉമ്മ വീട്ടിലുണ്ട് മോളെ, ഇനി ഉമ്മ വേണ്ട. പിന്നെ നാണക്കെടുത്തി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. രണ്ടിട്ട് വരെ ഡ്രസ് കൊണ്ട് തന്നിട്ട് ഞങ്ങൾ വേറെ ഡ്രസ് ഇട്ട് പുറത്തേക്ക് പോവാ. രണ്ട് നോക്കൂത്തി വിടാനും വെച്ചോ. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്. രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഹലോ, ഇത് പ്രാങ്ക് അല്ല. ഞാൻ പ്രാങ്കിന് നിക്കാത്ത ആളാ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ എന്തൊക്കെ അനുഭവിച്ചാലോ നമ്മൾ. പ്രിയങ്ക ചേച്ചി ആയതുകൊണ്ട് ഞങ്ങള് ക്ഷമിക്കില്ലേ? പറ, ക്ഷമിച്ചില്ലേ? അങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.